നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. എന്റെ ഇച്ഛായ ഉമ്മ നീക്കരികിൽ നിന്ന് മാൽപ്പിയുടെ ഫ്ലാറ്റിലെത്തിയ ബിനു അവനെ കണ്ട പാടെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. ആ എന്തുവാടാ നീ കാണിക്കണേ, നിനക്ക് എന്നാ പറ്റി? ആൽഫി ചോദിച്ചതിന് ബിനു ഇപ്പോൾ നിയമാന്ന് പറഞ്ഞ സംസാരമൊക്കെ പറഞ്ഞു. അത് കിടന്ന് മാൽപ്പിയുടെ ചുണ്ടിൽ നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്റെ പൊന്നാളിയനിച്ചായ സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾ. 2 ദിവസം നിശ്ചയമായി മിണ്ടാതിരുന്നപ്പോ ഞാൻ ഓർത്തോ നിങ്ങൾ ഇങ്ങനൊന്ന് പണിത് വെച്ചിട്ടേ ഇരിക്കുന്നെന്ന്. നീ പിന്നെ എന്താടാ ഓർത്തെ? അവൾ എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞാ ഉടനെ ഞാൻ അത് കേട്ട് മിണ്ടാതെ അവൾക്ക് അടുത്ത് നിന്ന് പോകുന്നു? ഇല്ലടാ, ഒരിക്കലും വിട്ട് കളഞ്ഞതാ ഞാൻ. ഇനിയും ഒരു അകൽച്ച അത് അനുവദിക്കില്ല. എന്റെ പെണ്ണിന്റെ ഉള്ളിൽ ഇപ്പോഴും അവളുടെ ഇച്ഛായനുണ്ടെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? അവൾ സ്നേഹിച്ചത് ഈ കലിപ്പനായ അവളുടെ ഇച്ഛായനേടാ. അതുകൊണ്ടേ ഇവയെ തിരികെ കൊണ്ടുവരാനും അവൾക്കരികെ വീണ്ടും അവളുടെ കലിപ്പൻ ബോസ് ആയാലേ പറ്റൂ. അതൊക്കെ ശരിയാ. പക്ഷേങ്കിലേ ഒരു തിരുത്തുണ്ട്. പണ്ട് കലിപ്പൻ ആൽഫിയുടെ പൂച്ചക്കുഞ്ഞായ പിയായി നീ വലിയ. പക്ഷേ ഇന്നെ നിച്ചി ആ പഴയ പൂച്ചക്കുഞ്ഞല്ല, നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു കുഞ്ഞു കാന്താരി തന്നെയാ. ഓ, നിലതെറ്റി കളിച്ചു നിൽക്കുന്നത് കാണണം എനിക്ക് തന്നെ പേടിയായി പോയി. വിന് കുറച്ചു മുമ്പത്തെ നീയുടെ മുഖമോർത്തൊരു പേടിയോടെ പറഞ്ഞതും ആൽഫി ഒന്ന് ചിരിച്ചു. അവളുടെ ദേഷ്യം അവൻ ഓഫീസിൽ വെച്ച് കണ്ടതാണല്ലോ. ആ എന്നാൽ എനിച്ചാൽ ഇവിടെ ഇരുന്നോ, നിങ്ങളുടെ പിയെ വളക്കാനുള്ള പ്ലാനിട്. ഞാനങ്ങ് തിരിച്ചു ചെല്ലട്ടെ. നിങ്ങളെ 2 പറയാനാ ഞാനിങ്ങ് വന്നേന്നാ നെറ്റി വിചാരിച്ചിരിക്കുന്നേ. അതുകൊണ്ട് നീച്ചിനി എന്നെ തിരക്കി ഇങ്ങോട്ട് പോരും മുമ്പേ ഞാൻ പോട്ടെ. എനിക്ക് നൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോകണം. നീ ഇനി അവിടെ പോകുന്നില്ല. വിനു ആൽഫിയോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനായി തിരിഞ്ഞതും ആൽഫിയുടെ ശബ്ദം ഉയർന്നു. അതെന്താ ചേരാ അങ്ങനെ പറഞ്ഞേ? ജോലിക്ക് പോകാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ ഫീസും കാര്യങ്ങളൊക്കെ ആ ജോലിയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. വിനൊരു വല്ലായ്മയോടെ പറഞ്ഞതും ആൽഫിയുടെ മുഖം ഇരുണ്ടു. നീ ആൽഫ്രണ്ടിന്റെ അളിയനാ. എന്റെ പെണ്ണ് കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടക്കുന്ന അവളുടെ അനിയൻ. നിന്നെ പണിക്ക് വിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. നിന്റെ ഇച്ഛായനാ ഞാൻ. ഞാനാ പറയുന്നേ. മേലാൽ ഇനി ആ ജോലിക്ക് പോയേക്കരുത്. ഇനി നീ റെഗുലർ ക്ലാസ്സിന് പോയാൽ മതി. അതിനുള്ളതെല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് പഠിച്ച് വേഗം പാസ്ഔട്ട് അയക്കണം കേട്ടോടാ. കുറച്ച് ഗൗരവത്തിൽ ഇത്തിരി ദേഷ്യത്തോടെ അവൻ വിനുവിന് നേരെ വന്ന് പറഞ്ഞതും അടുത്ത നിമിഷം വിനു ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഇച്ചായ, വിനുവിന്റെ ശബ്ദമിടറി ഒരു കുഞ്ഞിനെ പോലെ അവൻ ആൽഫിയുടെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു. ഒരിക്കൽ ആരോരുമില്ലാതെ ആയവൻ ചേർത്ത് പിടിക്കാൻ വീണ്ടും ഒരു കൂടപ്പിറപ്പിനെ കിട്ടിയ സന്തോഷമായിരുന്നു അവന്. ആൽഫിയെ സന്തോഷത്തോടെ അവനെ ചേർത്ത് പിടിച്ചു. വിനുവും ഇന്ന് തനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് അവന് ഉറപ്പിക്കുകയായിരുന്നു. ഹലോ സർ, ഇവാനെ ജോലി ചെയ്യുന്ന ഓഫീസ് കണ്ടുപിടിച്ചു. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ട്. എന്ത്? ആ ഓഫീസ് ഇപ്പോൾ AD കമ്പനിയുടെ കീഴിലാണ്. ആൽഫിയ അവിടുത്തെ MD. ഫോണിലൂടെ കേട്ട വാക്കുകൾ അവനിലൊരു ഞെട്ടിലുളവാക്കി. ആൽഫിയും നീയും തമ്മിൽ കണ്ടുമുട്ടി എന്നത് അവന് വിശ്വസിക്കാനായില്ല. നിങ്ങളൊരു കാര്യം ചെയ്യേ, ഞാനുടനെ ചെന്നൈക്ക് വരാം. അതുവരെ ഇവാനിയെ നന്നായി നിരീക്ഷിക്കണം. പക്ഷേ ആൽഫിയെ സൂക്ഷിക്കണം. അവനൊന്നും അറിയാൻ പാടില്ല. ഓക്കെ? തൻ്റെ ആളുകൾക്ക് നിർദ്ദേശം കൊടുത്ത് അവൻ ആ ഫോൺ വെച്ചു. ഇല്ല നീയാ, അങ്ങനെ ആൽഫിക്ക് വീണ്ടും നിന്നെ ഞാൻ വിട്ടു കൊടുക്കില്ല. വലിഞ്ഞു മുറുകിയ മുഖത്തോട് അതിയായ ദേഷ്യത്തിൽ അവൻ അലറി. സാർ, കഴിക്കാനെടുക്കട്ടെ? വേണ്ട. ലിയോൺ കിടക്കുന്ന ബെഡിനരികിൽ ചെന്ന് കാർത്തിക പതിയെ ചോദിച്ചതും അവൻ എടുത്തടിച്ച പോലെ അവളോട് മറുപടി പറഞ്ഞു. കാർത്തിക രാവിലെ ലിയോണിനുള്ള ബ്രേക്ക്ഫാസ്റ്റും മെഡിസിനുമായി വന്നതായിരുന്നു. ലിയോണിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. കാർത്തികയും സുഭാഷിനെയും എല്ലാം കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് ജേക്കബ് നാട്ടിലേക്ക് മടങ്ങിയത്. ലിയോണിന്റെ വീട്ടിൽ പാചകം ചെയ്ത് കൊണ്ടിരുന്ന ജോലിക്കാരി ഉണ്ട് അവിടെ. സാറ് ഇന്നലെ രാത്രിയിലൊന്നും കഴിച്ചില്ലല്ലോ. മെഡിസിനൊക്കെ ഉള്ളതല്ലേ? ഇങ്ങനെ ഫുഡും മരുന്നൊക്കെ കഴിക്കാതിരുന്ന് എങ്ങനെ അസുഖം മാറുന്നേ? നോക്ക്, ഞാൻ ദേ സാറിന്റെ ഫേവറേറ്റ് ആയ നല്ല വൈറ്റ് ഔട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സാർ അത് കഴിക്ക്. അവളൊരു ചിരിയോടെ തന്റെ കയ്യിലുള്ള ട്രേയുമായി അവന്റെ അടുത്തേക്ക് കുറച്ചുകൂടി അടുത്ത് നിന്നു. തനിക്കെന്താ ചെവി കേട്ടൂടെ കാർത്തികേ? തന്നോടല്ലേ പറഞ്ഞത് എനിക്കിപ്പോൾ ഫുഡ് വേണ്ടെന്ന്? എനിക്ക് വേണമെങ്കിൽ ഞാൻ പറയാം, അപ്പോൾ തന്നാ മതി. താൻ എൻ്റെ ജോലിക്കാരിയാണ്. അപ്പം ഞാൻ പറയുന്നത് താൻ അങ്ങോട്ട് കേട്ടാൽ മതി. അണ്ടർസ്റ്റാൻഡ്? ലിയോൺ അവൾക്ക് നേരെ ദേഷ്യത്തിൽ അലറിയതും കാർത്തിക ഒന്ന് നടുങ്ങിപ്പോയി. സോറി സർ. അവളൊന്ന് വെക്കി അവനോട് പറഞ്ഞ് ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. അവൾ പോയതും ലിയോൺ ബെഡിൽ കണ്ണുകളടിച്ച് കിടന്നു. കാർത്തിക തിരിച്ച് ആ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടു മുറിക്ക് പുറത്ത് തന്നെ നോക്കി നിൽക്കുന്ന സുഭാഷിനെ. താനിക്കിതിന്റെ വല്ല കാര്യമുണ്ട് കാർത്തിക്? അങ്ങേർക്ക് വിശക്കുമ്പോൾ പുള്ളി തന്നെ പറയും. അന്നേരം കൊടുത്ത പോരായിരുന്നു. അയാളെ കാണുമ്പോഴത്തേനും അറിയില്ലേ
അയാളൊരു മുരടനാണെന്ന്. വിഷമിച്ചിരിക്കുന്ന കാർത്തികയുടെ മുഖം കണ്ട് ദേഷ്യത്തിൽ സുഭാഷ് പറഞ്ഞു. സാരല്ല സുഭാഷ് ചേട്ടാ, ഇതെന്റെ ജോലിയാ. അദ്ദേഹം കഴിച്ചില്ലെങ്കിൽ കഴിപ്പിക്കേണ്ട ചുമതല എനിക്കുണ്ട്. ഞാനത് ചെയ്യും. പിന്നെ ഈ ചീത്തവിളി ആട്ടും എനിക്ക് പുതുമയല്ലട്ടെ ചേട്ടാ, അതുകൊണ്ട് സാരല്ല. അവൾ ചെറു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് താഴേക്ക് പോയി. സുഭാഷിന് അവളോട് പാവം തോന്നി. പഠിച്ചു നടക്കേണ്ട പ്രായത്തിൽ കുടുംബത്തെ ഒരു കരക്കെത്തിക്കാൻ വേണ്ടി ഇങ്ങനെ ജോലി ചെയ്യുന്നൊരു പാവം. 1 വർഷം മുമ്പ് ഒരു കേണലിന്റെ വീട്ടിൽ വെച്ചാണ് അയാൾ ഹോം നേഴ്സായ കാർത്തികയെ കാണുന്നത്. അന്ന് മുതലുള്ള പരിചയമാണ് അവളുമായി. അടുക്കളയിലേക്ക് പോകുന്നവൾ നോക്കി ഒന്ന് ദീർഘശ്വാസം വിട്ട് സുഭാഷ് നേരെ ലിയോണിന്റെ മുറിയിലേക്ക് പോയി. ഞായറാഴ്ച ആയതിനാൽ കുറച്ച് ലേറ്റായിട്ടാണ് നീ എഴുന്നേറ്റത്. ബെഡിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കണ്ണുകൾ നേരെ പോയത് ഒഴിഞ്ഞു കിടക്കുന്ന ബെഡിന്റെ സൈഡിലായിരുന്നു. കുഞ്ഞിപ്പണ്ടിപ്പോ ഒരുറക്കം കഴിയുമ്പോഴും പപ്പയെ തിരക്കാൻ തുടങ്ങും. വയ്യാതെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് ആശാദിക്കിപ്പോൾ കുറച്ച് വാശിയുണ്ട്. ഇന്ന് വെളുപ്പിനെയോ മറ്റോ ഒരുറക്കം വിട്ട് എഴുന്നേറ്റതും പപ്പയെ കാണുന്നു പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ അവളെയും തോളിട്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കണ്ടു തൻ്റെ മുറിയിൽ നിന്നും വേഗം ഇറങ്ങി വരുന്ന ഇച്ചായനെ. മോളുടെ കരച്ചിൽ കേട്ട് കാണും. തമ്മിൽ കണ്ടപ്പോൾ ഒന്നും മിണ്ടിയില്ല. നേരെ എൻ്റെ അടുത്തേക്ക് വന്നതും ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ കയ്യിലേക്ക് കൊടുത്തു. അവളുടെ പപ്പയുടെ ചൂടേറ്റതും പാതി ഉറക്കത്തിലും അപ്പയെന്ന് വിളിച്ച് നെഞ്ചിലേക്ക് കിടന്നു. മോളെ പൊതിഞ്ഞു പിടിച്ചപ്പോഴും ആ നീലമിഴികളുടെ നോട്ടം തന്നിലായിരുന്നു. മനഃപൂർവ്വം ആ നോട്ടം കണ്ടില്ലെന്ന് വെച്ച് തിരിച്ചു മുറിക്കകത്തേക്ക് കയറി വാതിലടച്ചു. ആ മുഖത്തെ വിഷമം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ക്ഷമിക്കാൻ ഇപ്പോഴും പൂർണ്ണമായും മനസ്സനുവദിക്കുന്നില്ല. ഇന്ന് പള്ളിയിൽ പോകണം. മനസ്സിന് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും. അവളൊരു നെടുവീർപ്പിട്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ പോയി. ഇനി അപ്പയ്ക്ക് ആ കാണിച്ചേ ആൽഫിന്റെ ചിരിയോടെ വാ തുറന്നതും അവന്റെ മടിയിൽ നിന്ന് കുഞ്ഞിപ്പെണ്ണ് മേശപ്പുറത്തിരിക്കുന്ന ബൗളിൽ നിന്നൊരു സ്പൂണ് ഏത്തക്കയുടെ പീസ് ആൽഫിയുടെ വായിൽ വെച്ച് കൊടുത്തു. അവനത് കഴിച്ചതും കുഞ്ഞ് കൈകൊട്ടി ചിരിച്ചു. രാവിലെ എഴുന്നേറ്റതും പാപ്പം വേണമെന്ന് വാശി പിടിച്ചു കുഞ്ഞൂസ്. എന്തോ അവളെ വിളിച്ചു നിർത്താൻ ആൽഫിക്ക് തോന്നിയില്ല. പിന്നെ കുഞ്ഞിപ്പെണ്ണിനെയും എടുത്ത് നേരെ അടുക്കളയിലേക്ക് ചെന്ന് ഒരു ഏത്തക്ക ചെറുതായി അരിഞ്ഞ് അത് വെണ്ണയിലിട്ട് പൊള്ളിച്ചെടുത്ത് ഒരു ഗ്ലാസ് പാലും കൂടി കാച്ചിയെടുത്തത് മോൾക്ക് കൊടുക്കാനുള്ള പണിയാണ് ആൽഫി. ഒരു പീസ് കുഞ്ഞിയുടെ വായിലേക്ക് വെക്കുമ്പോൾ അവളൊരു പീസ് ആൽഫിയുടെ വായിൽ തിരിച്ചു വെക്കും. ഇതാണ് അപ്പൻ്റെയും മോളുടെയും കളി. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് നീ അങ്ങോട്ട് വന്നത്. വാവേ വാ, നമുക്ക് പള്ളി പോകണ്ടേ? ഇങ്ങ് വാ, അമ്മ ഒരുക്കാൻ നിന്നെ. ആഞ്ഞോ ഇന്ന് പയ്യപ്പോന്നോ? പാപ്പ ഇന്ന് പയ്യപ്പോന്നോ? പപ്പയും വാ, മോളുടെയും അമ്മയുടെയും ഒരു പള്ളിയിൽ. നീയെ പറഞ്ഞത് കേട്ട കുഞ്ഞിപ്പെണ്ണ് വേഗം ആൽഫിക്ക് നേരെ നോക്കി ചോദിച്ചു. അതെന്താടാ പൊന്നെ, പാപ്പ വരാലോ. പാപ്പ അല്ലാതെ ആരാ പിന്നെ? എൻ്റെ പൊന്നിൻ്റെയും അമ്മയുടെയും കൂടെ വരുന്നേ. കുഞ്ഞിയുടെ കവളിലൊന്ന് തലയുടെ അടുത്ത് നിൽക്കുന്ന നീയെ ഒന്ന് ഒളിക്കണ്ണാലെ നോക്കി ആൽഫിന് ചിരിയോടെ പറഞ്ഞു. അവനെ നോട്ടം കണ്ടതും നീയുടെ മുഖം കോർത്തു. കുഞ്ഞി വാ, അമ്മ കുളിപ്പിക്കാൻ നിന്നെ. നീ ആൽഫിയുടെ മടിയിൽ നിന്ന് കുഞ്ഞിയെ എടുക്കാനായി തുടങ്ങി. വേണ്ട, അമ്മ കുളിപ്പിക്കണ്ട, അപ്പ കുളിപ്പിച്ചാൽ മതി. കുഞ്ഞിപ്പെണ്ണ് വാശിയോടെ പറഞ്ഞുകൊണ്ട് ആൽഫിയുടെ നെഞ്ചിൽ ഒന്നുകൂടെ ചാഞ്ഞു. വേണ്ട, നിന്നെ ഞാൻ തന്നെ കുളിപ്പിക്കാം. നീങ്ങ് വന്നേ കുഞ്ഞി. വേണ്ട, അപ്പ കുയിപ്പിക്കും. അമ്മയല്ലേ എന്നും കുയിപ്പിക്കനെ, ഇന്ന് അപ്പ കുയിപ്പിക്കും എന്നെ. കുഞ്ഞിപ്പെണ്ണ് ആൽഫിയെ ഒന്നുകൂടെ ഇറക്കി പിടിച്ചു. അത് കുഞ്ഞി, അപ്പക്ക് മോളെ കുളിപ്പിക്കാൻ അറിയില്ല. മോളുടെ തലയിൽ ഉള്ളതല്ലേ, അതാ അമ്മ പറഞ്ഞ് കുളിപ്പിക്കാൻ മോളേന്ന്. കുഞ്ഞിപ്പെണ്ണിനെ അന്വയിപ്പിക്കാനെന്നോണം നീയെ വീണ്ടും അവളോട് പറഞ്ഞു. ആയി പഞ്ഞു പാപ്പയ്ക്ക് കുളിപ്പിക്കാനായില്ലെന്ന്. പാപ്പ ഇപ്പൊ മോളെ കുളിപ്പിച്ച് തരുന്നേ, എന്നിട്ട് പാപ്പ അമ്മയും കൂടെ കുളിപ്പിക്കുവോ? അപ്പൊ അമ്മക്ക് അറിയില്ലേ അപ്പക്ക് നല്ലോണം കുളിപ്പിക്കാൻ ആരും ഇല്ലേന്ന്? കുഞ്ഞു വലിയ ഗൗരവത്തോടെ എന്തോ വലിയ കാര്യം പറയും പോലെ ആൽഫിയെ നോക്കി പറഞ്ഞതും ആൽഫിയുടെ കണ്ണ് തള്ളിപ്പോയി. അവൻ ഞെട്ടി തൻ്റെ അടുത്ത് നിൽക്കുന്ന നീയെ നോക്കി. അവിടെ നീയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. കണ്ണ് രണ്ടും തള്ളി ഇപ്പൊ വെളിയിൽ വരും പോലെ നിൽപ്പാണ് പെണ്ണു. എന്താ? പെട്ടെന്ന് താഴെ വീണ ഒച്ചക്കൊപ്പം മിനുവിന്റെ ശബ്ദം കൂടി കേട്ടതും ആൽഫി നീയെയും ഞെട്ടി തിരിഞ്ഞു നോക്കി. അപ്പൊ കണ്ട് വായും പൊളിച്ച് അവിടെ പിറകിലായി നിൽക്കുന്ന മിനുവിന് പല്ല് തേക്കുന്നതിനിടയിൽ വന്നതാവും. അവന്റെ ചുണ്ടിന് ചുറ്റും പേസ്റ്റും നിലത്തൊരു ബ്രസ്റ്റും കിടപ്പുണ്ട്. ചെക്കന് ഉറക്കപ്പിച്ചിൽ പല്ല് തേച്ച് വന്നപ്പോഴാണ് കുഞ്ഞിപ്പെണ്ണിന്റെ ആ ഡയലോഗ് കേട്ടത്. കുഞ്ഞെന്തപ്പോ പറഞ്ഞേ? വീണ് കണ്ണും തള്ളി ഒന്നുകൂടെ ചോദിച്ചു. പാപ്പ എന്നെയും അമ്മയെ കുപ്പിക്കാൻ പോയിഞ്ഞ്. ഞാൻ അതാ പാഞ്ഞേ മാമ. കുഞ്ഞിപ്പെണ്ണ് വലിയ ആവേശത്തോടെ ചിരിച്ചുകൊണ്ട് ബിനുവിനോട് പറഞ്ഞു. അമ്മേ, മോള് വന്നേ, സമയം പോയി. ഇനി കുളിക്കണ്ട, നമുക്ക് മേല് കഴുകിട്ട് പെട്ടെന്ന് പോവാം. വിക്കി പറഞ്ഞുകൊണ്ട് മേശപ്പുറത്ത് നിന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് നീ തൻ്റെ റൂമിലേക്ക് ഓടി. എന്നാ ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം.
പിറകെ അതും പറഞ്ഞ് ആൽഫിയും മുറിക്കകത്തേക്ക് ഓടി വഴി വിനുവിനെ നോക്കി വെച്ച് അമ്മയെ ചിരി കൊടുത്തു ആൽഫി. എന്റെ ഈശ്വര, കഴിഞ്ഞ ദിവസം വരെ നേരി കാണുമ്പോൾ എല്ലാം കടിച്ചു തിന്നാൻ ചെറുത് നിശ്ചയ ഇത്ര പെട്ടെന്ന് കുളിക്കുന്ന സ്റ്റേജ് വരയ്ക്ക് ആയോ? ശിവ ശിവ. വിനു സ്വയം തലയിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു.